ടച്ച് ചെയ്താൽ നമുക്ക് കുറേ സോഷ്യൽ മീഡിയ ഇടില്ല. പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ആണുങ്ങളെ കൊണ്ടും പറ്റും. സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്തെ ഇത് തമാശക്ക് ചെയ്തതാണോ അതോ ഇനി ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ആ ചെയ്തൊരു രീതിയും ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് ഇത് സത്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബസ്സിൽ പോകുമ്പോൾ വരെ പേടിക്കേണ്ട ഒരു അവസ്ഥയും മാറിയിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ കാര്യം നമ്മൾ വീഡിയോ ചെയ്തു, ഒരുപാട് പേര് റിയാക്ട് ചെയ്തു, ഒരു പാവത്തിൻ്റെ ജീവൻ അവിടെ പോയി. എന്നിട്ടും അതിലൊന്നും ഒരു പശ്ചാത്താപവും ഇല്ലാണ്ട് ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ് മാത്രമാണ് ശരി എന്നും പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അതിജീവിതൻ ആയതുകൊണ്ട് മരിക്കേണ്ടി വന്നൊരവസ്ഥ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നേരെ തിരിച്ച് അതൊരു അതിജീവിത പെണ്ണായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ അവസ്ഥ? എന്തായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ? ഈ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതും അതല്ലാണ്ട് എന്താ പറയുക, ഇതല്ലാണ്ട് ഇതിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ രാഹുൽ ഈശ്വറിനെ പോലത്തെ കുറച്ച് ആൾക്കാർ സംസാരിച്ചു എന്നല്ലാണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് എത്ര ഇത് ഡിബേറ്റിൽ വെച്ച് ചർച്ച ചെയ്തോ? ഒന്നുമില്ല. നോർമലി ഒരു വാർത്ത കൊടുത്തു പോയി എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. നേരെ തിരിച്ച് റിപ്പോർട്ടർ TV പോലത്തെ ചാനലുകാരും ബാക്കിയുള്ളവരും നേരെ തിരിച്ച് ഇപ്പുറത്തൊരു പെണ്ണും ഇപ്പുറത്തൊരാണും ആണെങ്കിൽ നേരെ തിരിഞ്ഞ് അതിജീവിതമായിരുന്നെങ്കിൽ ഇന്നിവിടെ എന്ത് രസായനെ, ഡിബേറ്റുകൾ നിറഞ്ഞേനെ. എല്ലാ ചാനലും ഡിബേറ്റുകൾ നിറഞ്ഞേനെ, വലിയ ചർച്ചകൾ വന്നതിനെ, വലിയ പോലീസ് എന്താ പറയുക മേധാവിമാരും അവരും വരും ഇവിടെ വന്നിരുന്ന് സംസാരിച്ചേനെ. ഇതിപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം അപ്പുറത്തെ അത് ജീവിതനായതുകൊണ്ടാണ്. ജീവിതം എന്താണെങ്കിലും അതൊരാണായതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. നേരെ പെണ്ണായിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയേനെ. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആണുങ്ങൾക്കുള്ള വില അല്ലെങ്കിൽ ആണുങ്ങൾക്കൊരു അവസരം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ നിയമത്തിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള സൈഡിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് നൽകും എന്ന് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം തന്നെ അത്. ഈ മെൻസ് കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഈ രാഹുൽ ഈശ്വറൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. നമ്മളൊന്നും അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്തൊരു സംസാരം ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെയൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കണം. ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അതേ അവസ്ഥയാണ്. ബസ്സിൽ വരെ ഇപ്പം അങ്ങനെയൊക്കെ സ്വന്തം ശരീരത്തിൻ്റെ പല ഭാഗത്തും ഷർട്ടിലും കണ്ണിലും മൂക്കിലും ഒക്കെ വരെ CCTV വെക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും പണ്ടൊക്കെ ഇലക്കായിരുന്നു പ്രശ്നം, ഇപ്പം മുള്ളിൻ മോനോടിഞ്ഞു പോണ അവസ്ഥ. ഇപ്പം മുള്ളിനാ പ്രശ്നം, ഇപ്പം ഇലക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അത്തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിലോട്ട് വർഗീയത കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ടീമുണ്ടല്ലോ, ഈ സംഘി എന്ന് പറഞ്ഞ വാണസംഘികൾ, സംഘപറി വാണങ്ങളുണ്ടല്ലോ, ആയിട്ടുള്ള ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പുരുഷന്മാരെ ബുദ്ധിമുട്ടും സ്ത്രീകളെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരം വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ സകല ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ചു, വീഡിയോ ചെയ്തു, വാർത്ത വന്നു, അത് വന്നു, ഇത് വന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി മുസ്ലിം ഹിന്ദു തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറ്റകൾ, പരമ ചെറ്റകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചെറ്റയാണ് നമ്മുടെ കൃഷ്ണരായപ്പൻ. ഈ ചിത്രത്തിൽ കാണുന്ന ജിഹാദി ഹൂറി റീൽ ഇട്ടത് കാരണം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. വേറൊരു ജിഹാദി ഹൂറി അമ്പലങ്ങളിൽ കയറി റീൽസ് എടുത്ത് കുന്തളിക്കുന്നു. ഇതൊക്കെ ഏതുതരം ജിഹാദാണോ എന്തോ. ഇവളുമാരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. സത്യം, നീയൊക്കെ ഏത് നിർഗുണ ബീജത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാടാ കൃഷ്ണരാജ? നിന്റെ തന്ത പുറത്ത് വിടാൻ വിചാരിച്ചിരുന്ന ആ ഒരു സാധനം എവിടോ തുള്ളിത്തറച്ച് അകത്ത് വീണതുകൊണ്ട് മാത്രം ഉണ്ടായി വന്നിട്ടുള്ള ഒരു ജന്തുവാണ് നീ. ഇവിടെ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അത് ഹൂറികളെ കുത്തിക്കയറ്റി, റീൽസ് ഹൂറികളെ കുത്തിക്കയറ്റി, അതിൽ ഹൂറി ജിഹാദ് കുത്തിക്കയറ്റി. നിൻ്റെയൊക്കെ മനസ്സിലോട്ട് തോന്നുന്ന നിൻ്റെ മനസ്സിലെ സത്യം പറഞ്ഞാൽ ആ സ്ത്രീ അയാളോട് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, ആ ദീപക്കിനോട് ഈ സ്ത്രീ ചെയ്തതിന് നമ്മൾ ആ സ്ത്രീ എത്രത്തോളം നമ്മൾ അധിക്ഷേപിച്ചോ അതിൻ്റെ ഒരു 10,000 ഇരട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഒരു ഐക്യത്തിനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്റെ ചെറ്റത്തരത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നാളെ നിന്റെ കെട്ടിയോൾ ഏതെങ്കിലും കാക്കാൻ്റെ കൂടെ ഒളിച്ചോടി പോട്ടേതാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ കെട്ടിയോളും അല്ലെങ്കിൽ നിന്റെ മോള്, നിനക്ക് മോളുണ്ടെങ്കിൽ മോള്, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കാക്കാൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടണം. എന്നിട്ട് 3-4 ഉണ്ടായിട്ട് അവർ അങ്ങനെ വളർന്നു വരണം. അപ്പം നീയൊക്കെ പഠിക്കും. അല്ലാണ്ട് നീയൊക്കെ ഇങ്ങനെ വന്ന് വിഷം തുപ്പി ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടി അടി ഉണ്ടാക്കാൻ നോക്കല്ലടാ പരമവാണമേ. ഇട്ട വാണം അപ്പനന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതെന്തോ അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ ആ അബദ്ധം ഉണ്ടായത് നിന്നെ പോലത്തെ ഒരു അസുര വിത്താണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്നല്ല. അടുത്ത മറ്റൊരു എന്താ പറയുക ഒരു വിഷയമുണ്ട് നമ്മുടെ നാട്ടിൽ, വളരെ നല്ല രീതിയിൽ ഇതേപോലത്തെ കാര്യങ്ങളിൽ വളർന്നു വരുന്ന ഒരു പരമവിഷം. ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത്.
ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽ പെട്ടുഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദുക്കൾ സൂക്ഷിക്കുക. ഹിന്ദുവേട്ടയുടെ പുതിയ വേഷൻ ഇനിയും വരാം. ബസ്സിൽ വ്യാജ പീഡന പരാതി ആരോപണം ഉന്നയിച്ച് സ്വയം വൈറലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്ക് ഉത്തരവാദി. ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽ പെട്ട് ഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ. ഇതിൻ്റെ ഇടക്ക് ആ ഒരു ടിപ്പു സുൽത്താനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മതം മാറിയ മുസ്ലിങ്ങളായി മതം മാറിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ പേര് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ മുസ്ലിങ്ങളുടെ പിൻഗാമികൾ ഹിന്ദുവിനെ സൂക്ഷിച്ചോളാനാണ് പറഞ്ഞത്. ഹിന്ദു പുരുഷന്മാർ, ഹിന്ദു യുവാക്കൾക്ക് എതിരെ വ്യക്തിഹത്യ നടത്താനുണ്ടായിട്ടുള്ള താത്ത, എൻ്റെ പൊന്ന് വാണമേ, ഈ സംഗിണി തീട്ടമേ, നിന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. നീ ഒന്ന് ശരിക്കും ചിന്തിച്ചോ. നിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ ആണുങ്ങൾ ആരുടെയൊക്കെ പിന്നാലെയാണ് പോകണമെന്ന് സൂക്ഷിച്ചു വെച്ചോ. പണി ഏത് വഴിക്കാ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ നിനക്ക് ആ ഒരു ടിപ്പു സുൽത്താനെയും മതം മാറ്റത്തിനെയും മുസ്ലിമിനെയും കുത്തിക്കയറ്റാൻ നിനക്ക് തോന്നിയിട്ടില്ല, നിന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു പോയതാ. നിനക്ക് വല്ല സന്തതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവറ്റകളൊക്കെ ഏതിൻ്റെയൊക്കെ കൂടെയാണ് പോണത് എന്നും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ മതവും തലയെ കയറ്റി നടക്കുന്ന കുട്ടികളല്ല. ചിലപ്പം ഹിന്ദു മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിൻ്റെയും കൂടെ ഒക്കെ പോകുന്ന കാലം. അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇത്രയും വിഷമുള്ള ഒരു സംഭവം ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ മതം കുത്തിക്കയറ്റാൻ നിൻ്റെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുള്ള, ഞാൻ നേരത്തെ കൃഷ്ണരാജനെ പറഞ്ഞ പോലെ ആ അപ്പൻ അന്ന് പുറത്തോട്ട് വിട്ടിരുന്നെങ്കിൽ ഒരു നിർഗുണ ബീജമായിട്ട് ആ ബീജത്തിൽ നിന്നെ പോലത്തെ ഒന്ന് ഉടലെടുത്ത് വരില്ലല്ലോ എന്ന് ഇപ്പം നമുക്ക് ആശ്വസിക്കുകയായിരുന്നു. പക്ഷെ പറ്റിയില്ല. അത് നടന്നുപോയൊരു സംഭവമാണ്. ദൈവത്തിന്റെ വിധിയാണ് അത്. അതങ്ങനെയാണ്. ചില സാധനങ്ങൾ അങ്ങനെ വരും. ഇപ്പം എത്രയോ വണ്ടികൾ, ഇപ്പം ഒന്നുമില്ല, ഇപ്പം നീയൊക്കെ പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ച് നീയൊക്കെ ഇപ്പോൾ വെള്ളം കിട്ടാണ്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെ ചാവാൻ കിടക്കുന്ന നേരത്ത് ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിമാണ് നിനക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുവന്നാലും നീ കുടിക്കരുത് കേട്ടോ. അതായത് അവസാനത്ത് ശ്വാസം നിന്റെ അണ്ണാക്കിലോട്ട് ഏതെങ്കിലും മുസ്ലിമാണ് വെള്ളം വെച്ച് തരുന്നതെങ്കിൽ അത് നീ എവിടെ നിന്നായിക്കോട്ടെ, റോട്ടിൽ ചത്ത് കിടക്കാൻ നേരത്തോ വേറെ എവിടെയെങ്കിലും ചത്ത് കിടക്കാൻ അല്ല ശാപം പോകുന്ന നേരത്തോ നിന്റെ വായിലോട്ടൊക്കെ അണ്ണാക്കിലോട്ട് ഇച്ചിരി വെള്ളം ആരെങ്കിലും മുസ്ലിമിനാണ് നീ പറയണ ആ സമയത്ത് ഞാൻ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. ചിലപ്പം ഈ വെള്ളത്തിൽ വിഷട്ടോ ചാവാൻ കിടക്കണം. നിന്റെയൊക്കെ ചിന്ത ആ ഗതിയാണ് നിന്റെയൊക്കെ ചിന്ത. അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിനക്കും അല്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശ്വസിക്കാം. അതല്ലാണ്ട് നിന്നൊന്നും പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ഈ വർഗീയത കുത്തിക്കയറ്റുന്നത്? ഇനി വേറെ ഒന്നുണ്ട്, ലസിതാ ബാലക്കൽ. അതിനേക്കാൾ വലിയ ഒരു വശം. ആ വശം പറഞ്ഞത് എന്താണ്? തട്ടമിട്ടവൾ കാലനായി, നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ജസ്നയെയാണ്. അവളും ഇവളും ഒക്കെ കണക്കാ. ഈ അവളും ഇവളും എല്ലാത്തിൻ്റെ ഇടക്കും തട്ടവും മുസ്ലിമും ടിപ്പു സുൽത്താനും ഹൂറിയും ഇതൊക്കെ ജിഹാദൊക്കെ കുത്തിക്കയറ്റണം നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അത്രയും വൃത്തിഹീനമെല്ലാം തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് ഈ കേസിലുള്ള മറ്റേ ആ പെണ്ണിൻ്റെ അവസ്ഥ. അവളെ നമ്മൾ അത്രയും തെറി വിളിച്ച് വീഡിയോ ചെയ്ത് ഇത്രയും ആൾക്കാർ വീഡിയോ ചെയ്തു. പക്ഷേ നിങ്ങളെക്കാളും അവളെക്കാളും ഒരു 10,000 മടങ്ങ് വിഷം കൊണ്ട് നടക്കുന്ന വെറും സംഘ പറയുവാണെങ്കിലാണ് നിങ്ങളെല്ലാം. അതാണ് നിൻ്റെയൊക്കെ മനസ്സിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ഈ നാട്ടിൽ ഈ പറഞ്ഞ ഹിന്ദുവിനേക്കാളും കൂടുതൽ പ്രതികരിച്ചത് മുസ്ലിങ്ങളാണ്. നീ എടുത്തു നോക്ക്, ഓരോ മുസ്ലിം ഉസ്താദുമാരും അവരും ഇവരും പ്രതികരിച്ചിട്ടുള്ള വീഡിയോസ് എടുത്തു നോക്ക്. പച്ചക്ക് ആ തട്ടയിട്ട ഹൂറിയായ ജിഹാദി പെണ്ണിനെതിരെ ഈ നാട്ടിലെ ഹിന്ദുക്കളെക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങളിൽ പ്രതികരിച്ചത് മുസ്ലിങ്ങളാണ്. അവിടെ മതമൊന്നും അല്ല നോക്കിയത്, അവിടെ മനുഷ്യത്വ ആൾക്കാർ നോക്കിയത്. ഒരു പെണ്ണ് ചെയ്ത ഏറ്റവും മോശമായിട്ടൊരു കാര്യം അവിടെ മനുഷ്യത്വപരമായിട്ടാണ് ഈ നാട്ടിലെ സകല മുസ്ലിങ്ങളും അതിനെതിരെ സംസാരിച്ചത്. പക്ഷെ നീയൊക്കെ കണ്ടതേ ഈ ഒരു ആളുടെ ജീവൻ പോയതോ ഒന്നുമല്ല. ആ പോയ ആളുടെ മതം ഹിന്ദുവാണ്, അല്ലെങ്കിൽ അതിന് കാരണക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ മതം മുസ്ലിമാണ്. ഈ കാരണമാണ് നീയൊക്കെ കണ്ടുപിടിച്ചതിലൂടെ. എന്നിട്ടാണ് നീയൊക്കെ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കൊടിയ വിഷം നിന്റെയൊക്കെ തിട്ടത്തൊള്ളയോടെ പുറത്തോട്ടും അല്ലെങ്കിൽ തിട്ട പോസ്റ്റായിട്ട് നീ പടച്ചു വിടുന്നത്. എത്രയും പെട്ടെന്ന് നീയൊക്കെ എന്താ പറയുക, ഈ പുഴുത്ത് ചാവുക എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലോട്ട് എത്തും. ആ അവസ്ഥയിൽ എത്തുമ്പോൾ നിനക്കൊക്കെ ഇച്ചിരി വെള്ളം കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരു മുസ്ലിം തന്നെ നിന്റെയൊക്കെ വായിലോട്ട് ഒഴിച്ചു തരണം. എന്നിട്ട് നീയൊക്കെ തുപ്പി വീണ്ടും ചോര തുപ്പി നീയൊക്കെ ചാവേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്താം. ഇമ്മാതിരി പോസ്റ്റ് ഇടുന്ന സകലമാണ്. അല്ലാണ്ട് ഈ ചെറ്റകളോണ്ട് അല്ലാണ്ട് ഇത് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ കാരണം മുസ്ലിങ്ങൾ മരിക്കുന്നു, മുസ്ലിങ്ങൾ കാരണം ഹിന്ദുക്കൾ മരിക്കുന്നു, ഈ പറഞ്ഞ മതങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുന്നില്ല. ഇവിടെ മനുഷ്യന്മാർ കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർ മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കിയ പ്രവൃത്തി കാരണം മറ്റു മനുഷ്യന്മാർ മരിക്കുന്നുണ്ട്. അവിടെ മതം കൊണ്ടാണ് കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല. ഇവരെപ്പോഴത്തെ കുറച്ച് ആളുകളെ നോട്ട് ചെയ്തോ, ഈ നാട് ഏറ്റവും
ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കുക ഇത്തരം ചിന്തകളും ഇത്തരം പോസ്റ്റുകളും ഉണ്ടാക്കുന്ന ഈ സംഘപരിവാണങ്ങളായിരിക്കും. വേറെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോ, ഇറ്റങ്ങളായിരിക്കും, ഇവറ്റകളായിരിക്കും. അതാണ് ഇതിൻ്റെ സത്യം. ഒന്നും രണ്ടോ അല്ല, ഒരുപാട് മുസ്ലിം ഉസ്താദുമാർ നേരിട്ട് വന്നിട്ട് ഇതിനെതിരെ പച്ചക്ക് ഇതിനെതിരെ വിമർശിച്ചു പോയിട്ടുള്ള സമയത്ത് കാലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു പയ്യൻ സ്ത്രീധനം കൂടുതൽ ചോദിച്ചതിന്റെ പേരിൽ ഡോക്ടറായ പൊസ്സി രാജേശ്വരൻ കഴിഞ്ഞ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ പേരിലാണ്. ഇന്ന് അതേ സ്ഥാനത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തിനാണ്? അവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ തിരക്കേറിയ വാഹനത്തിൽ ഇവന്റെ ശരീരം അവളുടെ ശരീരത്തിൽ തട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അതിന് അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് പൊതുമാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ അപമാനിക്കുകയും ആ മനുഷ്യൻ മനഃപൂർവ്വമാകട്ടെ അല്ലാതിരിക്കട്ടെ. അങ്ങനെ വീഡിയോ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ എടുക്കാൻ ആർക്കാണ് അധികാരം? അങ്ങനെ അപമാനിക്കുകയും ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആരാണ് ഇവിടെ ചോദിക്കാനുള്ളത്? ആരാണ് പറയാനുള്ളത്? അവകാശം എവിടെയാണ്? ഇനി ഞാൻ ഫെമിനിസ്റ്റുകളോട്, ഇവിടുത്തെ കപട ഇക്വാലിറ്റി വാദികളായ ആളുകളോട്, ഒരു കല്യാണ വീട്ടിൽ, കാസർഗോഡ് ഒരു കല്യാണ വീട്ടിൽ ആണും പെണ്ണും ഇരിക്കുന്ന സ്ഥലത്ത് വേർതിരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കടന്ന് ഉറഞ്ഞു തുള്ളിയത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ ഇരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവരും സംസ്കാരമുള്ളവരും ഒക്കെ അത് പറയുന്നത്. അതേസമയം അവിടെയൊക്കെ വന്ന് ഉറഞ്ഞു തുള്ളി, അല്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പീഡിപ്പിച്ചേ പറഞ്ഞ അലമുറയിടുന്ന ഇത്തരം വളരെ മോശപ്പെട്ട സ്ത്രീകൾ, ഇവരുടെ ഈ മോശപ്പെട്ട ചെയ്തികൾക്കെതിരെ ആണത്തമുള്ള ഏതെങ്കിലും പോലീസുകാരോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്ത് ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കി സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കി ലൈക്കിനും കമന്റിനും ഷെയറിനും റീൽസിനും വേണ്ടി ഇങ്ങനെ ചെറ്റത്തരം ചെയ്യുന്ന പെണ്ണുങ്ങളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവരുടെ പേര് പറഞ്ഞാൽ കേസ്, അവരെ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാൽ കേസ്. ഇവിടെ പുരുഷന്മാർ ഒരു ഭാഗത്ത് സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് വരെ ദ്വയാർത്ഥ പദങ്ങൾ ഉപയോഗപ്പെടുത്തി അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ഊരിച്ചിരിപ്പിക്കുകയും അതുവഴി ലൈക്കും ഷെയറും കമന്റും വാരിക്കൂട്ടുകയും കിട്ടാത്തത് ഇരന്നു വാങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗം ദമ്പതിമാർ ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ തോണ്ടലും പിച്ചലും മാന്തലും ഒക്കെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക. ഭാര്യയുടെ ആകാര സവിശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറ വെച്ച് പിടിച്ചെടുക്കുക. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. കമന്റ് ബോക്സിൽ നരമ്പ് രോഗികൾ സ്വന്തം ഭാര്യയെ പല വസ്തുക്കളോടുകൂടി ഉപമിച്ച് അശ്ലീല ഉപമോകളോടുകൂടി ഉപമിച്ച് കമന്റ് എഴുതുക. അപ്പോഴും കിട്ടുന്ന ഡോളറിന്റെയും ഷെയറിന്റെയും കമന്റിന്റെയും ലൈക്കിന്റെയും ഒക്കെ ആദിക്ക് കണ്ട് ആനന്ദപുളകിതമായി ജീവിക്കുന്ന ഒരു വിഭാഗം ദമ്പതിമാർ മറുഭാഗത്ത്. ഇത് രണ്ടിലും പ്രതിഫലിക്കാൻ കഴിയാത്ത മൂന്നാമതൊരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഒരേ ലക്ഷ്യമുള്ളൂ, വൈറലാകണം. എന്താണ് അതിനുവേണ്ടി അവരെടുത്ത പണി? സ്വന്തം ഭർത്താവ് 10-35 വർഷം ഒപ്പം ജീവിച്ച ഭർത്താവ്, ആ ഭർത്താവുമായുള്ള എന്തെങ്കിലും പിണക്കങ്ങൾ, എന്തെങ്കിലും തർക്കങ്ങൾ അത് ഊതി വീർപ്പിച്ച് വലിയ സംഭവമാക്കി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ സീറാണിയാണ്, ഞാൻ അതിജീവനത്തിന്റെ പാതയിലാണ്, അതുകൊണ്ട് ബീജം ഇട്ട് സ്വന്തം കൊച്ചുങ്ങൾക്ക് മൂക്ക് വീഞ്ഞു കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം മാറി കൊടുക്കുന്നതും എന്തിനേറെ അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതുവരെ താനാണെന്നും താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്നും കരുത്തുറ്റവരാണെന്നും ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പല നാടകങ്ങളും ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത് കണ്ണീരും പൂങ്കണ്ണീരും കാണിക്കുന്ന ഒരു വിഭാഗം കൂട്ടരും മറുഭാഗത്ത്. ഈ പറയപ്പെട്ട ഒരു കാര്യത്തിലും പ്രതിഫലിക്കാൻ കഴിയാതെ എങ്ങനെ എനിക്കൊന്ന് വൈറലാകണമെന്ന ആഗ്രഹത്തോടുകൂടി വെമ്പി നടക്കുന്ന ചില ആളുകൾ ഇപ്പോൾ എടുക്കുന്ന പണിയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് പുല്ലുവരെ കൽപ്പിക്കാത്ത ആളുകൾ. അതിൽ ഇന്ന് എരിഞ്ഞു തീർന്ന ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ദീപകെ മാപ്പ് പറയുകയാണ്, ഒന്നും ചെയ്യാനില്ല, നിസ്സഹായനാണ്, ഒന്നും ചെയ്യാനില്ല. ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ്സിൽ പോയ ഞാൻ സീറാണി, വർത്തമാന കാലഘട്ടത്തെ ശീലാവതി, ആ ശീലാവതിയുടെ ഏതോ ഭാഗത്ത് ആ ചെറുപ്പക്കാരനെ കയ്യൊന്ന് കൊണ്ടുവന്ന് പറഞ്ഞ ആ ദൃശ്യം അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അവൻ മനഃപൂർവ്വം ചെയ്താണെന്ന് സോഷ്യൽ മീഡിയ വഴി മുഴുവൻ നാട്ടിച്ചു. എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണ്ണവും പണവും മാത്രമല്ല, ആത്മാഭിമാനത്തിൽ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്ന ദീപകിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ആ ദീപകിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു? തെറ്റ് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ? നാലാളുടെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ? ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ? അവന് ജീവിക്കാൻ തോന്നുന്നു. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളിലായി 100% ഉറപ്പാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ ചെറുപ്പക്കാരന്റെ ജീവിതം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച, ഇനിയും പ്രചരിപ്പിക്കാൻ സന്നദ്ധമാകുന്ന, ഇതുവഴി വൈറലാകാൻ ശ്രമിക്കുന്നവന്മാരെല്ലാം ആലോചിച്ചണം. ഇപ്പൊ കിട്ടിയത് കണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ വഴി ആ ചെറുപ്പക്കാരന്റെ അവന്റെ ജീവൻ കഴിഞ്ഞു. പക്ഷെ ഇനി നീറി ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും. നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കേണ്ട. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങൾ അവഗണിക്കും. നിങ്ങൾ ഓർക്കുമ്പോൾ അവർ വെറുപ്പോട് കൂടി സംസാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൻ പ്രവർത്തികൾക്ക് വലിയ പ്രയോറിറ്റി കിട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുണ്ടെന്നറിയോ? തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതി സംവിധാനങ്ങളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതിനനുസൃതമായി പ്രവർത്തിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിനെ അന്വേഷിക്കുന്നതിന് പകരം ഒരു മനുഷ്യൻ ഒരു നിലക്കും ആ വീഡിയോ കാണുന്നതിനാണ് അയാൾ തെറ്റിയെന്ന് തോന്നുന്നു, അങ്ങനെ പോലും തോന്നാത്ത ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ച് അവനെ നാണം കെടുത്തി അതുവഴി വൈറലാകാൻ ശ്രമിച്ചില്ലേ? അപ്പം നീ വൈറലാകുന്നുണ്ടല്ലോ, എല്ലാവരുടെ മുമ്പിൽ വൈറലാകുന്നതിലും മരണം രോഗാവസാനം വരെ നിങ്ങൾ ഇന്ന് മുഖം മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാരും മറക്കത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് വൈറൽ ശ്രമത്തിന് ശ്രമിക്കുന്നവർക്ക് കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദീപക്കെ ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവർക്ക് കോടതി മാപ്പ് നൽകിയാലും മനുഷ്യരുടെ മനസ്സിൽ ഇവർക്ക് മാപ്പുണ്ടാവില്ല. ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല. കൂടത്തായിലെ ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടില്ല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു, പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾ വായിക്കാൻ കഴിയും. കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപകിന് ഏറ്റവും വലുത് ആത്മാഭിമാനമായതുകൊണ്ടാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്, എന്റെ അന്തസ്സും എന്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്റെ ജീവൻ നഷ്ടപ്പെടാനെന്നുള്ള തോന്നലാണ് ദീപകിനെ ഈ മരണത്തിലേക്ക് ഉള്ള ഡിസിഷൻ, തീരുമാനത്തിലേക്ക് എത്തിച്ചെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദീപക്കെ മാപ്പല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതൊന്നും കാണാണ്ട് വെറുതെ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വർഗീയ വിഷം തുപ്പാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, രാവിലെ നീട്ടി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എനിക്ക് ഈ വർഗീയത ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടുവരാമെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു പറ്റം
ചാണകത്തീട്ടങ്ങൾ തന്നെ ഇതിന് ഇവറ്റകൾ അതിൻ്റെ അപ്പുറത്തോടൊന്നും പറയാൻ പറ്റില്ല. സോറി ഇത്ര പച്ചക്ക് പറഞ്ഞു പോകുന്നതിന്, വേറെ ഒന്നും വിചാരിക്കരുത്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒക്കെ സത്യം. പക്ഷേ ഇതിലും തരം താന്ന രീതിയിൽ പറയാനേ പറ്റുള്ളൂ. ഇതിലും തരം കൂടിയ രീതിയിൽ ഇവറ്റകളെ പറയാൻ പറ്റില്ല. അത്രക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള. ഇവരോട് സഹകരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവരുടെയൊക്കെ മനസ്സിൽ നിങ്ങളോടൊക്കെ കൊടിയ ദേഷ്യവും അല്ലെങ്കിൽ കൊടിയ വിഷമായിട്ടുള്ള ഉള്ളിൽ. നിങ്ങളൊക്കെ അവിടെ ചിരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുമ്പോൾ നീയൊക്കെ ചത്തൊടുങ്ങട്ടെ എന്നാണ് ഈ ജന്തുക്കളുടെ ഉള്ളിലുള്ള ചിന്തകൾ. സമൂഹത്തിൽ നിന്ന്, അതായത് സമൂഹത്തിൽ നിന്ന് ഇവറ്റകളുടെ കൂട്ടത്തിൽ തന്നെ പോട്ടെ, ഇവരോട് സഹകരിക്കുന്ന ഏതൊരു മുസ്ലിമും ഏതൊരു ക്രിസ്ത്യനും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അടുപ്പിക്കാൻ നോക്കരുത്. ഏത് പച്ചക്ക് മുഖത്ത് നോക്കി പറഞ്ഞിട്ടെങ്കിൽ അകറ്റി നിർത്തിക്കോളാം ഈ വക ജന്തുക്കളെ, പുഴുത്ത ജന്തുക്കളെ.